പരിണയം. ഹലോ സാർ, എന്താണ് വിളിച്ചത്? പറഞ്ഞോളൂ. ആരോഹി പതിയെ താഴ്മയോടെ അവനോട് പറയുകയാണ്. തനിക്കൊട്ടും കോമൺ സെൻസ് ഇല്ലേ ആരോഹി? പെട്ടെന്ന് അക്ഷയുടെ വായിൽ നിന്ന് അത് കേട്ടതും ആരോഹിയുടെ നെറ്റിയിൽ ചുളിവ് വീണു. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഓരോ ദിവസവും ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ആരോഹി ഹാൻഡിൽ ചെയ്തു? പുതുതായി എന്തെങ്കിലും പ്രോജക്റ്റ് വന്നോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളുടെയൊക്കെ കറന്റ് സ്റ്റാറ്റസ്, ഇതൊക്കെ എനിക്ക് അന്നന്നത്തെ ഡ്യൂട്ടി കഴിയുമ്പോൾ കൃത്യമായി മെയിൽ ചെയ്യണമെന്ന് ഡയന പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോഴാണ് ആരോഹിയും അതേപ്പറ്റി ഓർക്കുന്നത്. ഡയന എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണത്. സാറിന് മസ്റ്റായിട്ട് അത് അയച്ചു കൊടുക്കണം എന്നുള്ളത്. അത് തന്നെ മറന്നുപോയല്ലോ ഗുരുവായൂരപ്പ. ആരോഹി മനസ്സിലോർത്തു. ആരോഹി എരിവ് വലിച്ചുകൊണ്ട് കൈ നെറ്റിക്കിട്ടടിച്ചു. സോറി സർ, ഞാനത് മറന്നുപോയി. ഇപ്പൊ തന്നെ അയക്കാം. അത് പറഞ്ഞു കഴിഞ്ഞാണ് ലാപ്പ് ഓഫീസിലാണല്ലോ എന്നുള്ള വിവരം അവൾ ഓർത്തത്. ആ ലാപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ വഴിയാണ് മെയിൽ അയക്കുന്നത്. അപ്പോഴേക്കും മറുപുറത്ത് നിന്നും കോൾ കട്ട് ചെയ്ത് കളഞ്ഞിരുന്ന അക്ഷിത്. അവന് നിയന്ത്രിക്കാൻ കഴിയാത്തതിലധികം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പല പല സൈറ്റുകളിലൊക്കെ കയറി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു നേരമായി. നേരിയ തലവേദന ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അല്പനേരം കിടന്ന് ഒന്ന് മയങ്ങി എഴുന്നേറ്റ ശേഷമാണ് അവൻ ഓഫീസ് വർക്കുകളിലേക്ക് ശ്രദ്ധ കൊടുത്തത്. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്ത സമയത്താണ് ആരോഹിയുടെ മെയിൽ ഐ ഡിയിൽ നിന്നും പ്രത്യേകിച്ച് മെയിലുകളൊന്നും വന്നിട്ടില്ലെന്ന് അവൻ കണ്ടത്. അങ്ങനെയാണ് നന്ദകിഷോർ വഴി ആരോഹിയുടെ പേഴ്സണൽ നമ്പർ തപ്പിയെടുത്ത് അതിലേക്ക് കോണ്ടാക്ട് ചെയ്തത്. അല്പനേരം കണ്ണുകളടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ച അക്ഷിത് ആരോഹിയെപ്പോലെ ആയിരുന്നില്ല ഒരിക്കലും ഇങ്ങനൊരു റോളിൽ ആപ്റ്റായിരുന്നത്. കുറച്ചുകൂടി എഫിഷ്യൻ്റായ ഒരാളെ മതിയായിരുന്നു. താൻ വെറുതെ എന്തൊക്കെയോ ഈ കാട്ടിക്കൂട്ടിയത്. അക്ഷിത് അങ്ങനെ ചിന്തിച്ചുപോയി. അതേസമയം അക്ഷിത് കോൾ കട്ട് ചെയ്ത ശേഷം ആരോഹിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ അർജുനുമായി ഉണ്ടായ പ്രശ്നങ്ങളും അതിനിടയ്ക്ക് വന്നെത്തിയ തലവേദനയും എല്ലാം കാരണം എങ്ങനെയും വീട്ടിലെത്തിയാൽ മതിയെന്നുള്ള ചിന്തയിൽ റിപ്പോർട്ട്സ് അക്ഷയ്ക്ക് അയക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ മറന്നു പോകരുതായിരുന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആലോചിക്കും തോറും അവൾക്ക് തലപെരുത്തു. അപ്പോഴാണ് അർജുൻ അവൾക്കരികിലേക്ക് വന്നത്. ആരായിരുന്നു കോളിൽ? അത് എൻ്റെ ഓഫീസിലെ സാറായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ സമയം എത്രയായി? ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ബോസ് ഇങ്ങനെ ലേഡി സ്റ്റാഫുകളെ വിളിക്കാറുണ്ടോ? ആരോഹി നോക്കിയപ്പോൾ അർജുൻ ഒരു പുച്ഛഭാവത്തിൽ അവളുടെ അടുത്തായി നിൽക്കുകയാണ്. അർജുനേട്ടൻ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇങ്ങനൊരു രീതി ഞാൻ മുമ്പ് എവിടെയും പറഞ്ഞ് കേട്ടതായി പോലും ഓർക്കുന്നില്ല. ഓഫീസ് ജോലി ഓഫീസിൽ, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ, അങ്ങനെയല്ലേ? അതല്ലേ നല്ലത്? എങ്ങും തൊടാത്ത രീതിയിൽ അർജുൻ പറഞ്ഞു വെച്ചപ്പോൾ അവൾക്കും മനസ്സിലായി എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന്. സർ, അങ്ങനെ എല്ലാവരെയും വിളിക്കുന്ന ടൈപ്പൊന്നുമല്ല. ഇതിപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് മെയിൽ അയക്കാൻ മറന്നുപോയി. അതിൻ്റെ റീസൺ അറിയാൻ വേണ്ടി വിളിച്ചതാ. ആഹാ, എന്നും ഇങ്ങനെ വിളിക്കാറുണ്ടോ നിന്റെ സാറ്? അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായി അവസാന വാചകങ്ങൾക്ക് അല്പം സ്ട്രെസ് നൽകി അർജുൻ വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അർജുനേട്ടൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ എങ്ങനെയാണ് സാർ എല്ലാ ദിവസവും എന്നെ വിളിക്കുന്നത്? ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതല്ലേ ആരോഹി. അപ്പോഴേക്കും നീ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ. അവൾക്ക് ദേഷ്യം വന്നു എന്ന് മനസ്സിലായതും അർജുൻ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ തമാശ പറയുന്നത്? ആരോഹി പിന്നെയും ദേഷ്യത്തോടെ ചോദിച്ചു. വന്നു വന്ന് നിനക്കിപ്പോ ഞാൻ പറയുന്ന തമാശ പോലും ഇഷ്ടമില്ലാതായി, അർജുൻ സ്വയം പറഞ്ഞു. അത് ആരോഹിയും കേട്ടു. അവൾ തിരിച്ചൊന്നും പറയാൻ പോയില്ല അവനോട്. അർജുനേട്ടാ, ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ്. എനിക്ക് വല്ലാത്ത തലവേദന. അതും പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈത്തണ്ടയെ പിടിച്ച് അവളെ അവിടെ തന്നെ നിർത്തി. അതെന്തു പോക്ക ആരോഹി? നമ്മൾ സംസാരിക്കാനല്ലേ ഇവിടെ വന്നത്? ഇവിടെ വന്നു നിന്ന് ഉടൻ തന്നെ എന്റെ സാറ് വിളിക്കുന്നു. സാറ് വിളിച്ചപ്പോൾ തന്നെ എന്നോട് തലവേദനയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. എന്താ, കുറച്ചു കഴിഞ്ഞ് സാറ് വീണ്ടും വിളിക്കുവോ?
നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചാപ്റ്റർ അയാൾ ഡിസ്കസ് ചെയ്യുമോ? അർജുൻ അത് ചോദിച്ചതും ആരോഹിയെ അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു. അർജുനേട്ടൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് കൊള്ളാം. ഇപ്പൊ എന്റെ സംസാരത്തിനായോ കുറ്റം? അർജുനേട്ട പ്ലീസ്, എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത് പോലെ സംസാരിക്കരുത്. അതും പറഞ്ഞുകൊണ്ട് ആരോഹി തിരികെ റൂമിലേക്ക് പോയി. അർജുൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നിന്നു. അല്പനേരം കൂടി അവന് ചെമ്പകച്ചുവട്ടിൽ തന്നെ നിന്നു. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വന്നത്. അർജുന്റെ അമ്മയാണ് ഗായത്രി. ആദ്യമൊക്കെ ഗായത്രിക്ക് ആരോഹി ഇഷ്ടമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആരും മോഹിക്കുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണ്. തന്റെ മകന്റെ ഭാര്യയായി അവൾ വരുന്നത് അവർക്കൊരു അഭിമാനമായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് അതിനൊക്കെ ചില മാറ്റം വന്നിട്ടുണ്ട്. അവർ അടുത്തേക്ക് വരുമ്പോൾ അർജുൻ ദേഷ്യത്തോടെ കാവിന്റെ ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തായി അർജുൻ? അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? പിന്നിൽ ഗായത്രിയുടെ സ്വരം കേട്ടതും അവൻ തിരിഞ്ഞവരെ നോക്കി. ഇല്ല. ഇതിപ്പോ എത്രയെന്നും പറഞ്ഞാണ് അർജുൻ അവളെ കാര്യങ്ങൾ അറിയിക്കാതിരിക്കുന്നത്? മാൻവിക്ക് എത്രയും പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കണമെന്നാണ് ആവണി കുറച്ചു മുൻപ് വിളിച്ചപ്പോൾ കൂടി പറഞ്ഞത്. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ മാൻവിയോട് ഏസ് പറയാൻ. അപ്പൊ ആരോഗ്യോ? അവളെ ഒഴിവാക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളാം അമ്മേ. എനിക്ക് കുറച്ച് സാവകാശം താ. എന്തായാലും ഉടനെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടുത്തടിച്ചതുപോലെ ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് അവളെ. എന്തായാലും ശരി, കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു നീക്കുപോക്കുണ്ടാകണം. നിനക്കിപ്പോ തന്നെ 28 വയസ്സായി. 29 വയസ്സിന് മുമ്പ് നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് 37 വയസ്സിലെ മംഗല്യമൊക്കെ ഉള്ളൂ. അതൊക്കെ ഓർമ്മ വേണം. എന്റെ അമ്മേ, എനിക്ക് എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. അമ്മയൊന്ന് ചെല്ല്. ഞാൻ ഇപ്പൊ തന്നെ തല പുകഞ്ഞു നിൽക്കുവാണ്. നോക്കർജുൻ, ഞാൻ എന്തായാലും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ഇന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാരും ഡൈനിങ് ഹാളിലേക്ക് വരുമല്ലോ. അപ്പോൾ ഞാൻ ചിലത് പറയാൻ തന്നെ തീരുമാനിച്ചു. എന്തു പറയാൻ? അർജുൻ അല്പം പരുഷമായി ഗായത്രിയെ നോക്കി ചോദിച്ചു. എടാ, നിന്നെ മോശമായി ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, അതറിഞ്ഞ പോരെ. ചിലപ്പോ ഇന്നത്തെ എന്റെ സംസാരത്തോടു കൂടി നിന്റെ ആരോഗ്യയുടെയും കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഗായത്രി പറഞ്ഞതും അർജുൻ അവർക്ക് മറുപടിയായി ഒന്നും മൂളിയതേ ഉള്ളൂ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ഗായത്രിയെ അർജുൻ പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മേ, എനിക്ക് ഇന്നൊരു ദിവസം കൂടി അമ്മ താ. നാളെ തന്നെ ഞാൻ ആരോഗ്യയെ കണ്ട് കാര്യങ്ങൾ ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അവൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കില്ല, അറിയാലോ. മുത്തശ്ശൻ അവളോട് ഒരു ചായ്വ് കൂടുതലുമാണ്. എന്തായാലും ഇന്നൊരു ദിവസം കൂടി സമയം നിനക്ക് ഞാൻ തരാം. അതിനുള്ളിൽ നീ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കിയിരിക്കണം, കേട്ടല്ലോ? ശരിയമ്മേ. ഗായത്രി അകത്തേക്ക് കയറിപ്പോയിട്ടും അർജുൻ ആലോചനയോടെ ചെമ്പകച്ചോട്ടിൽ തന്നെ നിന്നു. മനസ്സിൽ പലവിധ കണക്കുകൂട്ടലുകളോടെ. അന്നേ ദിവസം രാത്രി ആഹാരം കഴിച്ചുറങ്ങാൻ കിടന്നെങ്കിലും ആരോഹിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്നു. അതിൻ്റെ കൂടെ നാളെ ഓഫീസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ അത് വേറെ. ഇന്നലെ മെയിൽ അയക്കാഞ്ഞതിന്റെ മറുപടിയായി ഇനി അക്ഷിത എന്താവും പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ അവളുടെ വെപ്രാളം പിന്നെയും കൂടി. അവൾ എഴുന്നേറ്റ് മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ചധികം വെള്ളം കുടിച്ചു. തുറന്നിട്ട് ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു ഏറെ നേരം. പുറത്തൊഴുകിപ്പരന്ന് കിടക്കുന്ന നിലാവെളിച്ചം നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ തറവാടിന്റെ ഒരു ഭാഗമാണ് അവൾക്ക് ജനൽവാതിൽ കൂടിയുള്ള കാഴ്ച. അരണ്ട നിലാവെളിച്ചത്തിൽ ആ കാഴ്ചവളെ കൂടുതൽ ഭയപ്പെടുത്തി. മരങ്ങളും അതിന്റെ നിഴലുകളും എല്ലാം കൂടിയായപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ പെട്ടെന്ന് തന്നെ ജനൽ വലിച്ചടച്ചുകൊണ്ട് കട്ടിലേക്ക് കയറിയിരുന്നു. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അവൾ. ഒരു ബ്ലാക്ക് കളർ പലാസോയും അതിനു മാച്ചായിട്ടുള്ള ടോപ്പുമാണ് അവളുടെ വേഷം. കഴുത്തിലൂടെ ഒരു സ്കാർപ്പ് വെറുതെ അലസുമായി മുൻപോട്ടിട്ടിട്ടുണ്ട്.
നീളൻ മുടി ഒന്നാകെ പിന്നി പുറകിലേട്ടിരിക്കുകയാണ്. അവൾ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയ അതേ സമയം തന്നെയായിരുന്നു അർജുനും റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങി വന്നത്. ആരു വാ, ഞാൻ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. പെട്ടെന്ന് ആരോഹി ഉമ്മർത്ത് കണ്ടതും അർജുൻ പറഞ്ഞു. അർജുൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആരോഹിക്കും അത് വലിയ സന്തോഷം നൽകി. കാര്യം മുൻപൊക്കെ അവൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും അർജുനായിരുന്നു അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അവന് ഇങ്ങനെ കാര്യമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അവരിരുവരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതും ഈ അടുത്തായിട്ടാണ്. ആരോഹിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അർജുനൊപ്പം ഇന്ന് ഒരുമിച്ച് പോകാലോ എന്ന് കരുതി അവൾ സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. ആരോഹി വസ്തിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് നേരെ അർജുന്റെ കാറിലേക്ക് കയറി. എന്നാൽ അവരൊരുമിച്ച് പോകുന്നത് ഒരു അമർഷത്തോടെയാണ് ഗായത്രി നോക്കിക്കണ്ടത്. വസുധ അവരുടെ ഇരുവരുടെയും പോക്ക് കണ്ട് ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിയപ്പോഴേക്കും കല്ലിച്ച മുഖവുമായി തൊട്ടു പിന്നെ നിൽക്കുകയാണ് ഗായത്രി. വസുധ ഒരു സംശയത്തോടെ ഗായത്രിയെ നോക്കി. പെട്ടെന്ന് വസുധയെ കണ്ടതും ഗായത്രി മുഖത്തെ ഭാവം മാറ്റി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അമ്പേ പരാജയമായി പോയി. എന്തു പറ്റി? ഗായത്രിയേട്ടത്തിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഓ, എന്ത് പറയാൻ അവസ്ഥയെ, മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചൊരു ടെൻഷൻ. എങ്ങും തൊടാതെ ഗായത്രി അത് പറഞ്ഞപ്പോൾ വസുധ അല്പനേരം ആലോചനയോടെ നിന്നു. എത്ര ആലോചിച്ചിട്ടും അവർ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയെടുക്കുവാൻ വസുധയ്ക്ക് കഴിഞ്ഞില്ല. അർജുൻ ഡ്രൈവ് ചെയ്യുന്ന സമയം അത്രയും ആരോഹി നിറപുഞ്ചിരിയോടെ അർജുനനെ നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ മുഖത്തുമുണ്ടായിരുന്നു തെളിച്ചമങ്ങാത്ത ഒരു പുഞ്ചിരി. വൈകിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വരട്ടെ? അർജുൻ അത് ചോദിച്ചപ്പോൾ അല്പനേരം ആരോഗ്യ ആലോചനയോടെ നിന്നു. ഓക്കെ, ഒരു 5 മണി കഴിയുമ്പോൾ അർജുനേട്ടൻ വരാമോ? ഓക്കെ. ഒരുപാട് നാളായില്ലേ നമ്മൾ സ്ഥിരം പോകാറുള്ളിടത്തൊക്കെ ഒന്ന് പോയിട്ട്. ഇന്ന് എല്ലായിടത്തും പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. നീ അപ്പച്ചയെ വിളിച്ച് പറയണം നമ്മൾ വരാൻ അല്പം ലേറ്റ് ആകുമെന്ന്. തിരികെ വരാൻ ഒരുപാട് ലേറ്റ് ആകുമോ അർജുനേട്ട? മാക്സിമം ഒരു 1 അവറൊക്കെ അമ്മ സമ്മതിക്കൂ. ഓക്കെ, അത് മതി. ആരോഹിയുടെ സംസാരത്തിൽ അവന് വസ്തുയോട് ദേഷ്യം തോന്നിയെങ്കിലും അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അതേപ്പറ്റി. അപ്പോഴേക്കും അവർ ആരോഹിയുടെ ഓഫീസിന് മുൻപിൽ എത്തിയിരുന്നു. അർജുനെ നോക്കി ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ട് ആരോഹി ഓഫീസിന്റെ കോമ്പൗണ്ട് ലക്ഷ്യമാക്കി നടന്നു. അർജുനോളെ ചുണ്ടുകൊണ്ട് ഉമ്മയെന്ന് കാണിച്ചതും ആരോഹി അടിമുടി പൂത്തുലഞ്ഞു പോയി. അവളുടെ മുഖത്ത് നാണത്തിന്റെ ചുവപ്പുരാശി പടർന്നു. അവൾ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ പതിവിന് വിപരീതമായി അക്ഷിത് ഉണ്ടായിരുന്ന ക്യാബിനിൽ. അവനവിടെ കാണുമെന്ന് ആരോഹി ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. അർജുന്റെ സ്നേഹപ്രകടനങ്ങളിൽ അവളുടെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടൊക്കെ സ്ഥാനം പിടിച്ചിരുന്നു. അവൾ ക്യാബിൻ ഡോർ തുറന്ന് പാട്ടും പാടി അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് റിവോൾവിംഗ് ചെയറിലിരിക്കുന്ന അക്ഷയെയായിരുന്നു. അക്ഷിതിനെ പെട്ടെന്ന് കണ്ടതും ഒന്ന് പതറിപ്പോയി ആരോഹി. ഗുഡ് മോർണിംഗ് സർ. അവൾ മുഖത്തെ ഭാവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തീർത്തു ഒബീഷ്യലായി പറഞ്ഞു. മോർണിംഗ്. അത്രമാത്രമേ അക്ഷിത് പറഞ്ഞുള്ളൂ. ആരോഹി പതിയെ തന്റെ സീറ്റിലേക്ക് പോയിരുന്നു. ഭാഗ്യം, ഇന്നലത്തെ കാര്യത്തെപ്പറ്റി സാർ ഒന്നും പറഞ്ഞില്ല. കണ്ണാ, സാറിനെ വഴക്ക് പറയില്ലേ? അത് കേട്ടാൽ ഇന്നത്തെ എന്റെ ദിവസം പോകും. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. അതേസമയം തന്നെ കൃത്യമായി അവളെ തേടി അവന്റെ വിളിയെത്തിയിരുന്നു. ആരോഹി. ആ ക്യാബിനെ മുഴുവൻ മുഴുങ്ങിക്കേൾക്കുന്ന തരത്തിലുള്ള ആ വിളിയില് ആരോഹി ഇരുന്നിടത്തു നിന്നും അറിയാതെ എഴുന്നേറ്റ് പോയി. പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടല്ലേ താൻ എന്റെ PS-ന്റെ റോളിലിരിക്കുന്നത്? അതെ സർ. ഡയാന എല്ലാ കാര്യങ്ങളും ആരോഹിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട് സർ. ദെൻ വൈ? എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? താൻ എന്നോട് റിവെഞ്ച് ചെയ്യുവാണോ? പെട്ടെന്ന് അക്ഷിത് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലാകാത്ത പോലെ ആരോഹി അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്തിനാണ് സാറിനോട് റിവെഞ്ച് ചെയ്യുന്നത്? അതും പ്രത്യേകിച്ച് സാറിന്റെ ഓഫീസിൽ വന്നിട്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവൾ അറിയാതെ ചോദിച്ചുപോയി. ഓ, അത്രയുമൊക്കെ ചിന്തിക്കാനുള്ള ബോധം തനിക്കുണ്ടല്ലേ?
എന്നിട്ട് താൻ ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിക്കുകയാണോ ചെയ്യുന്നത്? പെട്ടെന്ന് അങ്ങനെ അക്ഷത് ചോദിച്ചപ്പോൾ ആരോഹിക്ക് ദേഷ്യം വന്നിരുന്നു. അതിന്റെ പ്രതിഫലനം എന്നോണം അവളുടെ മൂക്കിൻ തുമ്പ് ചെറുതായി വിറച്ചു. ഞാനൊരു കാര്യം പറയുവാണ്. തനിക്ക് ഈ ജോലി ഭംഗിയായി ചെയ്യാൻ കഴിയില്ലെന്നാണെങ്കിൽ തനിക്ക് പകരം വേറെ ആളെ നോക്കേണ്ടി വരും. പെട്ടെന്ന് അക്ഷിത് അങ്ങനെ പറഞ്ഞതും ആരോഹി വിശ്വാസം വരാത്ത പോലെ അവനെ തന്നെ നോക്കി നിന്നുപോയി. സർ, ഞാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. മറന്നുപോയതാണ് സർ. ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. അക്ഷിത് കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടിയില്ല. ഓക്കെ, താനിപ്പോ വർക്ക് ചെയ്യും. ഇത് തന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അത് ഓർമ്മ വേണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഫാമിലി പ്രോബ്ലംസും ഒന്നും ഓഫീസ് ജോലിയുമായി കൂട്ടിക്കുഴിക്കാൻ നിൽക്കരുത്. കേട്ടല്ലോ? ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ 100% കൊടുത്ത് തന്നെ ആയിരിക്കണം ജോലി ചെയ്യേണ്ടത്. ഞാനിതൊക്കെ ആരോഹിക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരോഹിക്ക് മുമ്പ് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഈ രീതിയിലൊക്കെയാണ് അവരുടെ ജോലി ഹാൻഡിൽ ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ കൂടി ഞാനിത് പറയുന്നത്. അക്ഷിതിന്റെ കുറച്ചു മുമ്പുള്ള സംസാരത്തിൽ ആരോഹിയുടെ മുഖം അല്പം മങ്ങിപ്പോയിരുന്നു. എങ്കിലും അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയവൾ പതിയെ സീറ്റിലേക്കിരുന്ന് ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അക്ഷിതിന്റെ ക്യാബിനിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നത്. ഏട്ടാ, ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ക്യാബിന്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്ന് അവൾ ആദ്യം വിളിച്ചത് ഏട്ടാ എന്നായിരുന്നു. തന്റെ സീറ്റിലിരുന്ന് ആരോഹി മുഖം ചിരിച്ച് അവളെ ഒന്ന് നോക്കി. അല്പം മോഡേൺ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയാണ്. അവളെയും അക്ഷിതിനെയും മാറി മാറി ആരോഹി നോക്കി. പിന്നീട് വീണ്ടും തന്റെ ജോലികളിലേക്ക് കടന്നു. എന്താനും ശബ്ദത്തിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് അക്ഷിത് സംസാരിക്കുന്നത്. ഏട്ടാ, ഞാനിപ്പോ വന്നത് ഇന്ന് വൈകിട്ട് പ്രിയങ്കയുടെ വീട്ടിലെ ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് പറയാനാണ്. നോക്കനു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ സംസാരിക്കണമെന്ന്. ഇതൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള സ്ഥലമല്ല ഓഫീസ്. അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് മെസ്സേജ് അയക്കാമല്ലോ. അതിപ്പോ ഇവിടെ വന്ന് തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? അക്ഷിത് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിനേക്കാൾ ഏറെ അനന്യയെ ചൊടിപ്പിച്ചത് ആ സംസാരം ആരോഹി കൂടി കേട്ടല്ലോന്നാണ്. അത് പിന്നെ ഏട്ടാ, ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ അനന്യ വാക്കുകൾക്കായി പരത്തി. നോക്ക്, ഓഫീസ് ടൈമിൽ തൽക്കാലം വേറൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കണം. അതിനാണ് കമ്പനി ശമ്പളം തരുന്നത്. മനസ്സിലായോ? മനസ്സിലായി ഏട്ടാ. ഞാൻ ആ ഫംഗ്ഷനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പെട്ടെന്ന് വന്നതാ. റിയലി സോറി. അനന്യ നിർത്തി നിർത്തി പറഞ്ഞു. ശരി, ഈവനിങ് അല്ലേ ഫംഗ്ഷൻ? ഞാൻ എന്തായാലും വരുന്നുണ്ട്. ആണോ? ഓ ഗോഡ്, താങ്ക് യു ഏട്ടാ. പ്രിയങ്കയ്ക്ക് ഭയങ്കര സന്തോഷമാകും. അനന്യ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. ഗോ ബാക്ക് ടു യുവർ വർക്ക്. മറ്റു മറുപടി ഒന്നും പറയാതെ അനന്യയോട് അത്രയും മാത്രമേ അക്ഷിത് പറഞ്ഞുള്ളൂ. എങ്കിലും അനന്യയ്ക്ക് അത് വലിയ സന്തോഷമായി. പ്രിയങ്ക ആ നാട്ടിലെ അറിയപ്പെടുന്ന വലിയൊരു കോടീശ്വരന്റെ മകളാണ്. അവൾക്ക് അക്ഷിതിനോട് പ്രണയമാണ്. അവളുടെ ആ പ്രണയം അക്ഷിത് ഉൾപ്പെടെ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷെ ഇന്നുവരെ അവൻ അവളോട് യേസ് പറഞ്ഞിട്ടില്ല. എല്ലാവരും അവനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛൻ മാത്രം ആ കാര്യത്തിൽ അവനെ ഫോഴ്സ് ചെയ്യാറില്ല. അയാൾ ഇപ്പോഴും പറയുന്നത് വിവാഹകാര്യം ഒരു വ്യക്തിയുടെ തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണെന്നാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനോട് അയാൾക്കൊരുതരം അതൃപ്തിയാണുള്ളത്. അനന്യ വന്നു പോയതിനു ശേഷം ആരഹിയുടെ നോട്ടം അറിയാതെ അക്ഷിതിലേക്ക് പാളി വീണു. അതേസമയം തന്നെ കൃത്യമായി അക്ഷിതും അവളെ നോക്കി. ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഉടക്കി. അവന്റെ തീക്ഷ്ണമായ നോട്ടം നേരിടാനാവാതെ ആരോഹി പെട്ടെന്ന് തന്നെ കണ്ണുകൾ അവന്റെ മുഖത്തു നിന്ന് മാറ്റി. സിസ്റ്റത്തിൽ എന്തോ തിരിയുന്നതായി ഭാവിച്ചു. അപ്പോഴേക്കും അക്ഷിത് അവൻ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. എവിടെ ഇന്നലെ ചെയ്ത വർക്കിന്റെ റിപ്പോർട്ട്? പെട്ടെന്ന് അവനത് ചോദിച്ചതും ആരോഹി കേട്ടത് മനസ്സിലാകാത്ത പോലെ അവനെ മുഖമുയർത്തി നോക്കി. കാരണം അവളുടെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. അവളുടെ കരിമിഷി എഴുതിയ നീളൻ കണ്ണുകളിൽ അക്ഷിതിന്റെ മുഖം നിറഞ്ഞങ്ങനെ നിന്നു.
ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നതറിഞ്ഞതും അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മിഴികൾ മാറ്റി സിസ്റ്റത്തിലേക്ക് പതിപ്പിച്ചു. ഒരു മിനിറ്റ് സർ, ഞാൻ ഇപ്പം മെയിലയക്കാം. ഓക്കെ. അതും പറഞ്ഞിട്ട് അക്ഷിത് സീറ്റിൽ നിന്ന് എണീക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവനെ നേരിട്ട് നോക്കുന്നില്ലെങ്കിൽ കൂടി ആരോഹിക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ കണ്ണുകളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് താനാണെന്ന്. അവന്റെ വില കൂടിയ പെർഫ്യൂം, അതിന്റെ സുഗന്ധം, സത്യത്തിൽ ആരും മയങ്ങി വീണു പോകും ആ പരിമളത്തിൽ. അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. താൻ എന്തൊക്കെയാണ് ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഒരു നിമിഷം അവൾ ചിന്തിച്ചു. മുഖത്ത് അല്പം പതർച്ചയോടെ തന്നെ ആരോഗ്യ അക്ഷിതിനെ മിഴികൾ ഉയർത്തി നോക്കി. പിന്നെ ഇട്ട മുടി കഴുത്തിന്റെ ഇടത്ത് സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുകയായിരുന്ന ആരോഹി. അവൾ പെട്ടെന്ന് തന്നെ മുടിയെടുത്ത് പിന്നിലേക്കിട്ടു. എന്നിട്ട് മേൽച്ചുണ്ടിനു മുകളിൽ സ്ഥാനം പിടിച്ചിരുന്ന വിയർപ്പ് കണങ്ങളെ ഇടം കൈകൊണ്ട് തുടച്ചു മാറ്റി. വീണ്ടും പതിയെ ഏറുകണ്ടിട്ട് അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തു. അവളുടെ പ്രവൃത്തികളൊക്കെ കാണിക്കെ അക്ഷതിന് ചിരി വന്നു. എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി. ആരോഹി കമ്പനിയുടെ ഫുള്ളായിട്ടുള്ള ഡ്രസ് റൂള് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? നോ സർ. ഓക്കെ. ഇവിടുത്തെ PSനൊക്കെ ഡ്രസ് കോഡുണ്ട്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആരോഹിക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന നേരത്ത് ഇതൊക്കെ വായിച്ചു നോക്കൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ മുടിയിട്ടിളക്കിയപ്പോൾ മുടിച്ചുരുളിൽ നിന്നും താഴേക്ക് വീണുകിടന്ന തുളസിക്കതിർ അക്ഷിത് തന്റെ കയ്യിലേക്കെടുത്തു. എന്നിട്ട് സ്വന്തം ടേബിളിലേക്ക് പോയിരുന്നു. എന്നാൽ അവന്റെ ആ പ്രവൃത്തി ആരോഹി കണ്ടില്ല. ആരോഹി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. എന്നിട്ട് വീണ്ടും പിന്നിലേക്ക് മുടിയെടുത്ത് തന്റെ ഇടതുമാറിലേക്ക് ചേർത്തു വെച്ചു. പക്ഷെ സീറ്റിലേക്ക് കയറിയിരുന്ന അക്ഷിത് അതെല്ലാം കൃത്യമായി കണ്ടിരുന്നു. അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. തുടരും.